ലോക്സഭ കടന്ന വഖഫ് ഭേദഗതി ബിൽ 288 പേർ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്ത് വോട്ടു ചെയ്തു. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളി ബില്ല് പാസ്സായത് 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ. ബില്ലിന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യക്കെതിരെ 26%, ചൈനയ്ക്ക് 34% തീരുവ. എല്ലാ ഇറക്കുമതിക്കും 10% അടിസ്ഥാന തീരുവ. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ഭരണ തുടർച്ച അനിവാര്യമെന്ന് CPIM പാർട്ടി കോൺഗ്രസിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്. ഇന്ത്യ സഖ്യം നിർജീവമായത് കോൺഗ്രസിന്റെ പിടിപ്പുകേട്. വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. ചർച്ച വൈകിട്ട് 3 മണിക്ക് NHM ഓഫീസിൽ. ട്രേഡ് യൂണിയനുകൾക്കും ക്ഷണം. അനുകൂല ഉത്തരവുണ്ടാകാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ആശമാർ. IPL ഗുജറാത്ത് ടൈറ്റൻസ് 2ാം ജയം. ബംഗളൂരുവിനെ തകർത്തത് 8 വിക്കറ്റിന്. ഇന്ന് കൊൽക്കത്ത ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 കൊൽക്കത്തയിൽ.